പലരും ക്ലിനിക്കിൽ വരുമ്പോൾ ചോദിക്കുന്നതാണ്, ഡോക്ടറെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്താൽ കുഴപ്പമുണ്ടോ, എന്തൊക്കെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കണമെന്നൊക്കെ. ശരിക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നമ്മളുടെ ഡെയിലി റൂട്ടീനിൽ ഒരു വലിയ ഗ്യാപ്പിന് ശേഷം കഴിക്കുന്ന ഒരു ഫുഡ് പാർട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്താൽ അത് നമ്മുടെ എനർജി ലെവലിനെ ബാധിക്കും. അതുപോലെ തന്നെ പുതിയ സ്റ്റഡീസ് തെളിയിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത് ഓർമ്മക്കുറവിന് കാരണമാവുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതെ കഴിക്കേണ്ടതാണ്. വളരെ ലഘുവായിട്ടെങ്കിലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടതുണ്ട്. പിന്നെ എന്തൊക്കെ കഴിക്കാമെന്നുള്ളത്, നമ്മൾ മിക്കവരും വെള്ള അരിയുടെ ആഹാരങ്ങളാണ് കഴിക്കുന്നത് അല്ലേ? ഇഡ്ഡലി, ദോശ, അപ്പം ഒക്കെ അല്ലേ? നമുക്ക് അത് തവിട് കലർന്ന അരിയിലേക്ക് വേണമെങ്കിൽ മാറ്റാവുന്നതാണ്. അപ്പം നമ്മളുടെ ഫൈബർ കണ്ടന്റ് കൂടാനും എനർജി ലെവൽ കൂടാനും ഒക്കെ അത് സഹായിക്കുന്നതാണ്. തവിട് കലർന്ന അരി കൊണ്ടുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുക, അതുകൊണ്ട് ഗോതമ്പ്, ഓട്സ്, റാഗി ഇവയൊക്കെ ചേർത്തിട്ടുള്ള ആഹാരങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പ്രോട്ടീൻ്റെ ഭാഗവും കഴിക്കുന്നതാണ്. ഒരു മുട്ട പുഴുങ്ങിയത്, അതുകൊണ്ട് പയർ പുഴുങ്ങിയത്, കടല പുഴുങ്ങിയത്, ഇതൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്തി കഴിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പ്രോട്ടീൻ്റെ അംശവും ലഭിക്കുന്നതാണ്. അതുപോലെ ചെറിയൊരു ഫ്രൂട്ട്സ്, എന്തെങ്കിലും ഒരു പഴമോ ചെറിയൊരു പഴമോ ഒരു അരമുറി ആപ്പിളോ ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നല്ല നമ്മുടെ പറയുന്നത് ആയുർവേദത്തിൽ പറയുന്നത് എപ്പോഴും ഒരു 2-3 ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം കുടിച്ചതിന് ശേഷം ആഹാരം കഴിക്കാനാണ് ആയുർവേദം നിർദ്ദേശിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ വയറ് എംറ്റി എന്നുള്ള ഒരു ഫീലിംഗ് ഇല്ലാതാവുകയും കുറച്ചുകൂടെ നമുക്ക് ഡൈജഷനൊക്കെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഒരുപിടി നട്ട്സും നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഭാഗമായിട്ട് കഴിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ രീതി ഒന്ന് ഫോളോ ചെയ്ത് നോക്കും.